ഷറഫല്ലന മൗലിദിലെ അഷ്റഖ ബൈത്തിൻ്റെ അവസാനത്തിലെ യാ വലിയൽ ഹസനാത്തി എന്നു തുടങ്ങുന്ന വരികൾ അള്ളാഹുവിനോടാണോ നബിയാടാണോ പറയുന്നത്? ആക്ഷേപസ്വരത്തിൽ വഹാബികൾ ഇത് പറയുകയും തർക്കം നടക്കുകയും ചെയ്യുന്നുണ്ട്. ബൈത്തിലെ യാ വലിയൽ ഹസനാത്തി തുടങ്ങുമ്പോൾ ചിലർ കൈകൾ ഉയർത്തുന്നതായി കാണാം, ചിലർ ഉയർത്താതിരിക്കുന്നതും കാണാം. എങ്ങനെയാണ് വേണ്ടത്? ഇത് സംബന്ധിച്ച് ബുൽബുലിൽ ഒരു നിവാരണം മുമ്പ് വന്നിട്ടുണ്ട്, നിവാരണം എഴുതിയിട്ടുമുണ്ട്. അഷ്റഖ ബൈത്ത് എന്ന് പറയുന്നത് അഷ്റഖ ബൈത്തിൽ പെട്ടതല്ല യാ വലിയൽ ഹസനാത്തി. യാ വലിയൽ ഹസനാത്തി വരെയുള്ള ഭാഗങ്ങൾ എന്നാണല്ലോ. അഷ്റഖൽ ബാദുറു അലൈന ഫഖഫത് മിൻഹുൽ ബുദൂർ മിഥല ഹുസ്നിക മാ റഅയ്ന ഈ എന്നുള്ള അവസാനിപ്പിക്കുന്നതായിട്ടാണ് അഷ്റഖ ബൈത്തിലെ വരികളൊക്കെ. ആ വരികളിൽ നിന്നും ശൈലി കൊണ്ടും അതിൻ്റെ അവസാനം കൊണ്ടും എല്ലാം വ്യത്യസ്തമാണ്. യാ വലിയൽ ഹസനാത്തി എന്ന് പറയുന്ന വരികൾ. അപ്പൊ മനസ്സിലാക്കുക, അഷ്റഖ ബൈത്തിൽ പെട്ടതേ അല്ല യാ വലിയൽ ഹസനാത്തി. യാ വലിയൽ ഹസനാത്തി എന്ന് പണ്ടത്തെ മൗലിദിന്റെ ഏടുകളിൽ ഉണ്ടായിരുന്നുമില്ല. പഴക്കമുള്ള ഏടുകൾ എൻ്റെ കയ്യിൽ സൂക്ഷിപ്പുണ്ട്, പഴയ കാലത്തുള്ള ഏടുകൾ. ആ ഏടുകളിലൊന്നും തന്നെ യാ വലിയൽ ഹസനാത്തില്ല, അവസാനിക്കാണ്. ഇനി ഷറഫുല്ലന മൗലിദിന് ഹാഷിയുണ്ട്. ആ ഹാഷിയകളിലും ഈ ബെയ്ത്തില്ല, യാ വലിയൽ ഹസനാത്തി എന്നുള്ള ബെയ്ത്തില്ല. അപ്പൊ യാ വലിയൽ ഹസനാത്തി എന്നുള്ള ബെയ്ത്ത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്ന് ചിന്തിക്കണം. അപ്പോൾ അത് മനസ്സിലാവും. അഷ്റഖൽ ബദുറു അലൈന എന്ന് പറഞ്ഞ ബെയ്ത്തുകളിൽ അവസാനം വരെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് നബിയോട് കാര്യങ്ങൾ പറഞ്ഞും നബിയുടെ മുഅ്ജിസത്തുകൾ വിവരിച്ചും നബിയിൽ നിന്നുണ്ടായ സംഭവങ്ങൾ പറഞ്ഞിട്ടും നബിയോട് പ്രത്യേകമായി ചില സഹായങ്ങൾ തേടിയിട്ടും എല്ലാമുള്ള വരികൾ ഉൾക്കൊള്ളുന്നതാണ് അഷ്റഖ ബൈത്ത്. നബിയെ സംബോധന ചെയ്തുകൊണ്ടാണ് അഷ്റഖ ബൈത്തിന്റെ ഫുള്ളായിട്ടുള്ള പോക്ക്. ഇതേ അഷ്റഖ ബൈത്തിന് മറ്റു ചില ആളുകൾ, ഉദാഹരണമായി കീഴക്കരയിലെ ഷീനി ലബ്ബ അലിം സാഹിബെ പോലുള്ള ചില ആളുകൾ ഈ അഷ്റഖ ബൈത്തിനെ കൂട്ടിയപ്പോൾ യാ വലിയൽ ഹസനാത്തി എന്ന് പറഞ്ഞ ഒരു ഭാഗം അവരുടെ ഒക്കെ അഷ്റഖ ബൈത്തിലുണ്ട്. ആ അഷ്റഖ ബൈത്തിന്റെ തല കണ്ടാൽ തന്നെ യാ വലിയൽ ഹസനാത്തി പിന്നെയാണ്. അതിന്റെ മുമ്പാണ് എന്നൊക്കെ പറയുന്നത്. യാ വലിയൽ ഹസനാത്തി, ഹസനാത്തി പിന്നെന്താ അതിൽ കഫീറൻ അന്നീ ദുനൂബി എന്ന് പറഞ്ഞെടുത്ത് ആ യാ വലിയൽ ഹസനാത്തി എന്ന് എഴുതിയിട്ടുള്ള കഫീറു അന്നീ ദുനൂബിന, കഫീറു അന്നീ ദുനൂബിന. കഫിറു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖിതാബ് ചെയ്തുകൊണ്ട് പൂജ്യ ബഹുവചനമായി അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞ ശബ്ദമാണ് കഫീറു അന്നീ. അള്ളഹാനോട് എങ്ങനെ ഗഫിറു എന്ന് പറയാൻ പറ്റുമോ? ബഹുവചനത്തെ നമ്മൾ ആരും അള്ളഹാനോട് സംസാരിക്കാറില്ല. അന്ത എന്ന് മാത്രമേ പറയുള്ളൂ. അന്തുന്നോ ഗഫിർ എന്ന് പറഞ്ഞു കൊടുത്ത് ഗഫിറു എന്നോ പറയാൻ പറ്റില്ല. അപ്പോ യാ വലിയൽ ഹസനാത്തി എന്ന് പറഞ്ഞ ആ വരികളൊക്കെയും അള്ളാഹുവിന്റെ റസൂലിനോട് തന്നെ സംബോധന ചെയ്ത് നബിയോട് തന്നെ കാര്യങ്ങൾ പറയുന്ന ഇസ്തിശ്വാഇന്റെ ഭാഗമായിട്ട് അഷ്റഖ ബൈത്തിൽ ചിലർ കൂട്ടിച്ചേർത്തിട്ടുള്ള ഭാഗമാണ്. പിന്നീട് നമ്മുടെ നാടിലുള്ള അഷ്റഖ ബൈത്തിലൊക്കെ അത് കൂട്ടി അച്ചടിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ചില ആളുകളൊക്കെ ഇത് റസൂലിനോട് പറയുമ്പോൾ പാപമോചനത്തിന്റെ കാര്യം ഇതിലുണ്ട്, ദോഷം പൊറുക്കണ കാര്യം ഇതിലുണ്ട്, ഇതൊക്കെ നബിനോട് പറഞ്ഞാൽ ശിർക്കാവൂലേന്ന് പുത്തൻവാദികൾ സംസാരിക്കാനും ആക്ഷേപിക്കാനും തുടങ്ങിയപ്പോൾ ഇത് അള്ളഹാനോടുള്ളതാണ് എന്നും പറഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് യാ വലിയൽ ഹസനാത്തി അള്ളഹാനോടുള്ളതാക്കി മാറ്റുന്ന ഒരു രീതി കാണുകയാണ്. ആ രീതിയിൽ അള്ളഹാനോടുള്ള പ്രാർത്ഥനയാണ് എന്ന് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. ആ വ്യാഖ്യാനിക്കൽ മാത്രമല്ല, അത് ദൃഢീകരിക്കുന്നതിന് വേണ്ടി കൈ ഉയർത്തിക്കൊണ്ട് ചിലർ ആ സമയത്ത് ഇങ്ങനെ നിൽക്കാറുണ്ട്. വാസ്തവത്തിൽ യാ വലിയൽ ഹസനാത്തി എന്ന് പറയുമ്പോൾ ജവാബ് നമ്മൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കുക റസൂലുള്ളാഹിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരം. അത് മറ്റേത് ആമീൻ 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 എന്നല്ലേ പറയാ അള്ളഹാനോടുള്ള പ്രാർത്ഥനകളാണെങ്കിൽ. അപ്പൊ യാ വലിയൽ ഹസനാത്തി എന്ന് പറഞ്ഞതിൽ കയ്യ് വക്കലൊക്കെ അള്ളഹാനോടുള്ള പ്രാർത്ഥനയാണ് എന്ന അർത്ഥത്തിൽ വെച്ചതാണ്.
ഞാൻ എൻ്റെ നിവാരണത്തിൽ പ്രത്യേകമായിട്ട് വിവരിച്ചിട്ടുണ്ട്. മൗലിദിന്റെ ഏടുകളിലെ ബെയ്ത്തുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഓതുന്ന മൗലിദുകളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലൊന്നും നമ്മൾ കൈ ഉയർത്താറില്ല. കൈ ഉയർത്താൽ അങ്ങനെ നടത്താറ്. കാരണം കവിതകളായിട്ട് ചൊല്ലുന്നത് കവിതകളായിട്ട് ചൊല്ലുകയും ജവാബ് ചൊല്ലുകയുമാണ് പതിവ്. അവിടെ കൈ ഉയർത്തുക എന്നുള്ളൊരു പതിവ് സാധാരണ അങ്ങനെ നടക്കാറില്ല. ഇതാവട്ടെ, ഇത് വാസ്തവത്തിൽ ഈ അശറഖ ബൈത്തിൽ കൂട്ടിയവർ അള്ളാഹുവിന്റെ റസൂലിനോട് സംബോധന ചെയ്തുകൊണ്ടുള്ള ഭാഗങ്ങളായിട്ടാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ അർത്ഥത്തിൽ എന്തായാലും അവിടെ കൈ ഉയർത്തിക്കൊണ്ട് ചെയ്യുന്നത് റസൂലിനോടാണെങ്കിൽ ഒരിക്കലും ശരിയല്ല. അപ്പൊ ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണെന്ന് ചിന്തിക്കുന്നവർ കൈ ഉയർത്തുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വാസ്തവത്തിൽ സംഗതമല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിലെ ദുആകൾക്ക് കൈ ഉയർത്താതെ ആ ഭാഗത്ത് മാത്രം കൈ ഉയർത്തുന്നത് ഇത് നബിനോടല്ല അള്ളാഹിനോടാണ് എന്ന് മറുപടി കൊടുക്കുന്നത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വേലയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ ചിലപ്പോൾ അങ്ങനെ തുടങ്ങി. നാടന്മാർ കൈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ മൂല്യന്മാരെന്താ ചെയ്യണമെന്ന് നോക്കിയിട്ടാ ഓലി ഉയർത്തുക. ഓൽക്കത് അറിഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പം മൂല്യന്മാർ കുറച്ചാൾ ഇങ്ങനെ പിടിച്ചു കണ്ട് ആ ഓലി സനാത്തി പറഞ്ഞാൽ കൂടിയാലൊക്കെ അങ്ങനെ ആക്കും മൂല്യന്മാരെ കണ്ടാൽ. അപ്പം എല്ലാ നാടന്മാരും ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ചും. അത് രണ്ടും കണ്ടുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാക്കേണ്ടതില്ല. വാസ്തവത്തിൽ ഞാൻ കാണുന്ന ആദ്യകാലങ്ങളിലൊന്നും യാ വലിയൽ ഹസനാത്തി എന്ന് പറയുമ്പോൾ കൈ ഉയർത്തുന്നതായിട്ട് നമുക്ക് കേട്ടില്ല. വലിയ വലിയ ആലിമീങ്ങളും വലിയ വലിയ മശായിഖ്മാരൊക്കെ. എന്നാൽ അതേ സമയത്ത് കൈ ഉയർത്തി ചെയ്യുന്നവരുണ്ട്. കൈ ഉയർത്തി ചെയ്യുന്നവർ എല്ലാവരും കൈ ഉയർത്തി ചെയ്യുമ്പോൾ എല്ലാവരും പൊതിച്ചും. അത് എങ്ങനെ ഏതാണെന്നൊന്നും ആലോചിച്ചിട്ടല്ല ആ കൈ ഉയർത്തൽ. അപ്പോൾ വാസ്തവത്തിൽ ഇത് റസൂലുള്ളാഹി തങ്ങളോടുള്ള സംബോധനയാണ്. ആ സംബോധനയിൽ പാപം പൊറുക്കാൻ വേണ്ടി റസൂലുള്ളാഹിനോട് പറയുന്നതിൽ ഒരു അസാംഗത്യവുമില്ല. കാരണം നമുക്കറിയാം സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സ്വല്ലൈന فأنزلا سكينة علينا وثبت الأقدام إلا قينا فاغفر فداء لك ما أبقينا എന്ന് പറയുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംബോധനയായി ചൊല്ലിയ വാചകം. വാസ്തവത്തിൽ ആ വാചകത്തിൽ തലുള്ളത് അല്ലാഹുമ്മ എന്നാണ്. അല്ലാഹുവേ എന്നാണ് അല്ലാഹുമ്മക്ക് മക്കൾ അർത്ഥം വെക്കുക. ഫഗ്ഫിർ ഫിദാ അല്ലക എന്നില്ലെങ്കിൽ ഈ കവിത അള്ളാഹുവിനോടാക്കിയിട്ടാണ് വേഗം മനസ്സിലാക്കുകയും ചെയ്യുക. പക്ഷെ ഫഗ്ഫിർ ഫിദാ അല്ലക എന്നുണ്ടാകുമ്പോൾ ഒരിക്കലും അത് അള്ളാഹുവിനോടാക്കാൻ വയ്യ. കാരണം അള്ളാഹുവിന് ഫിദാ അല്ലക ഞങ്ങൾ ദണ്ഡമായിട്ട് തങ്ങൾക്ക് അള്ളാഹുവേ നിനക്ക് ദണ്ഡമായിട്ട് ഞങ്ങളെല്ലാം സമർപ്പിക്കുക എന്ന് പറയില്ലല്ലോ. അപ്പൊ നബിനോട് തന്നെയാണ് ഫഗ്ഫിർ ഫിദാ അല്ലക എന്ന് പറഞ്ഞതും ഫഗ്ഫിർ ഫിദാ അല്ലക മാ അബ്ഖൈന ഞങ്ങൾ ശേഷിപ്പിച്ച എല്ലാ പാപങ്ങളും റബ്ബേ അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് പൊറുക്കണം എന്ന് ചോദിച്ചാൽ പൊറുക്കാൻ വേണ്ടത് അങ്ങ് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ആ സംബോധന എന്നും പാപം പൊറുക്കാൻ തേടുന്നതും അപേക്ഷിക്കുന്നതുമെല്ലാം അള്ളാഹുവിനോട് എന്ന പോലെ അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തിശ്വാഇന്റെ രീതിയിൽ നടത്താം. അള്ളാഹുവിനോട് അത് നടത്തി തരുന്ന ആൾ എന്ന നിലക്ക് ഉടമക്കാരൻ എന്ന നിലക്ക് സംസാരിക്കുക. അള്ളാഹുവിന്റെ റസൂലിനോട് അങ്ങനെ പൊറുക്കാൻ വേണ്ട ഉപകാരവും ശഫാഅത്തും തങ്ങളിൽ നിന്ന് വേണം എന്ന നിലക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാം. ആ വാചകങ്ങളാണ് യാ വലിയൽ ഹസനാത്തി എന്നതിലുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ റസൂലിനോട് ഖിതാബാക്കുന്നതിനോ സമ്പാദനയാക്കുന്നതിനോ യാതൊരു തൊക്കവുമില്ല. വാസ്തവത്തിൽ ആ രീതിയിൽ തന്നെയാണ് ഇതിനെ കൂട്ടിച്ചേർത്തിട്ടുള്ള പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളതും കൂട്ടിച്ചേർത്തിട്ടുള്ളതും എന്ന് മനസ്സിലാക്കാം. ഞാനത് ഉദാഹരണമാണ് കഫീറു അന്നി ദുനൂബി എന്നാണ് നമ്മൾ ഏറ്റുചേർത്ത് കഫിറൻ അന്നി ദുനൂബി എന്ന സ്ഥാനത്ത് അതിനെ ചേർത്തിട്ടുള്ള മൗലിദുകളിൽ ചേർത്ത് കാണുന്നത്. അതിന് ശേഷം ആ മൗലിദുകളിൽ നിന്നാണ് നമ്മുടെ മൗലിദുകളിലേക്ക് പിന്നീട് ഈ വരികൾ എത്തിയത്. അതിൻ്റെ മുമ്പത്തെ ഷറഫുൽ അലാമിൻ്റെ മൗലിദിലൊന്നും ഈ വരികളില്ല. ആ വരികളില്ലാത്തതായിരുന്നു അശറഖ് ബൈത്ത് നമുക്ക് മനസ്സിലാക്കാം.